ശ്യാംകുമാർ, ഈ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോയുടെ പിതാവിനോട് സംസാരിച്ചപ്പോൾ നിയമോപദേശം ഇക്കാര്യങ്ങളിൽ തേടും. പക്ഷേ ഇത്രയും നാൾ ഈ കേസുകളിലെല്ലാം തന്നെ അഡ്വക്കേറ്റ് രാമപിള്ളയാണ് ഹാജരായിരുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം ലഭിക്കുന്ന ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഈ നിയമോപദേശം തേടുമ്പോൾ അല്ലെങ്കിൽ ജാമ്യം തേടാനായി ഒരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അത് അഡ്വക്കേറ്റ് രാമപിള്ളയാണോ? ആ രീതിയിൽ എന്തെങ്കിലും വിവരം നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? ഷൈൻ ടോം ചാക്കോയ്ക്കായി ഏതെങ്കിലും വക്കീൽ ഇപ്പോൾ ഹാജരാകുമോ? നിലവിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണെങ്കിലും അത് മജിസ്ട്രേറ്റിൻ്റെ വിവേചനാധികാരമാണ്. നേരത്തെ ഒരു കൊക്കൈൻ കേസിൽ ഉൾപ്പെടുകയും ആ കേസ് വരികയും ചെയ്ത ഒരാളാണ് വീണ്ടും രണ്ടാമത് മറ്റൊരു ലഹരി കേസിൽ, അതും NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം പരിശോധിച്ച് ഒരുപക്ഷെ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ചാൽ സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ നിലവിൽ ആ നിയമത്തിൽ പറയുന്നത് 6 മാസം വരെ ഒരു വകുപ്പ് പ്രകാരവും രണ്ടാമത്തെ വകുപ്പിൽ 1 വർഷം വരെയും തടവ് ശിക്ഷയാണ്. അത് 1ാം ക്ലാസ് മജിസ്ട്രേറ്റിന് പരിശോധിച്ച ശേഷം ജാമ്യം നൽകാവുന്ന വകുപ്പാണ്. പക്ഷേ അത് മജിസ്ട്രേറ്റിൻ്റെ മാത്രം വിവേചനാധികാരമാണ്. അപ്പോൾ പ്രോസിക്യൂഷൻ മുൻപത്തെ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടുകയും ഇയാൾ ജാമ്യത്തിന് അർഹനല്ല, പുറത്തിറങ്ങിയാൽ കേസിലെ തെളിവുകൾ ഇല്ലാതാക്കുമെന്ന് പറയുകയും ചെയ്യുകയും അത് കോടതിക്ക് സ്വീകാര്യമാവുകയും ചെയ്താൽ ഒരുപക്ഷെ ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് കോടതിയുടെ മാത്രം വിവേചനാധികാരമാണ്. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയുകയും സാധ്യമല്ല. രണ്ടാമത് 3 അഭിഭാഷകരെയാണ് ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം ഇതിനകം ബന്ധപ്പെട്ടിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആരാകും ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുക? അറസ്റ്റിലേക്ക് പോലീസ് കടക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ നടപടികൾ തുടങ്ങിയിട്ടുണ്ടാകാം. ഇനി ആരെയാകും കോടതിയിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി ഹാജരാകുക എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൈൻ ടോം ചാക്കോ രാവിലെ മുതൽ കൊടുത്ത അഭിഭാഷകർ പഠിപ്പിച്ചു കൊടുത്തു വിട്ട മൊഴികൾ പോലീസിന് മുന്നിൽ പറഞ്ഞതെല്ലാം ചീട്ടുകൊട്ടാരം തകരുന്ന പോലെ തകർന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ പറഞ്ഞ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയും സജീർ എന്ന് പറയുന്ന കൊച്ചിയിലെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകാരനുമായി ഷൈൻ ടോം ചാക്കോയ്ക്കുള്ള ബന്ധം അത് പോലീസ് തെളിയിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്, നിങ്ങളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണ് എന്നുള്ളത് പോലീസ് അറിയിച്ചത്. ഇനി വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ വിവേചനാധികാരമാണ്. ഈ കേസിൽ മുൻപ് ഒരു കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ട നടൻ കൂടി ആയതിനാൽ, കൊക്കൈൻ കേസിൽ ഉൾപ്പെട്ട ആളായതിനാൽ, നടൻ എന്നുള്ളതല്ല മുൻപ് ഒരു ലഹരി കേസിൽ ഉൾപ്പെട്ട ആളായതിനാൽ അയാൾ ഇനി ജാമ്യത്തിന് അർഹനാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. ഏതായാലും മലയാള സിനിമാ രംഗത്ത് ലഹരി ഉപയോഗം ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുമ്പോൾ ആ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു നടി നടത്തിയ പരാമർശവും അതുമായി ബന്ധപ്പെട്ട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പേടിച്ചോടി തമിഴ്നാട് വരെ പോയ ഷൈൻ ടോം ചാക്കോയെ ഒടുവിൽ തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലേക്ക് പോകുന്ന കാര്യങ്ങൾ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.